കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തി വൻ ഹിറ്റായി മാറിയ ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മാളികപ്പുറം. ശബരിമല തീർത്ഥാടനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രമിറങ്ങിയതിനു പിന്നാലെ താരത്തിന്റെ രാഷ്ട്രീയവും ചർച്ചയായിരുന്നു. റിവ്യൂ ബോംബിങ്ങും വ്യക്തിഹത്യയും ഉൾപ്പെടെ ധാരാളം വിദ്വേഷ പ്രചാരണങ്ങളും ഉണ്ണി മുകുന്ദന് നേരെയുണ്ടായി. ഇതെല്ലാം സിനിമാ പ്രൊമോഷന് വേണ്ടിയെന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിന്നും പേജുകളിൽ നിന്നുമാണ്. സിനിമാ പ്രൊമോഷനേക്കാളുപരി രാഷ്ട്രീയ പ്രചാരണവും വർഗീയ പോസ്റ്റുകളുമാണ് ഇത്തരം പേജുകളിൽ ധാരാളവും കണ്ടുവരുന്നത്. ഫാൻസ് ഫൈറ്റിന് മേൽ വർഗീയമായി ചേരിതിരിഞ്ഞുള്ള വാക്പയറ്റുകളാണ് ഈ പോസ്റ്റുകൾക്ക് താഴെ കൂടുതൽ കാണാൻ കഴിയുക. ഇപ്പോൾ മൂവി സ്ട്രീറ്റ് എന്ന സിനിമാ ഗ്രൂപ്പ് ഫേസ്ബുക്ക് പേജിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ വന്ന പോസ്റ്റും ഇതിന് ഉദാഹരണമാണ്. മാളികപ്പുറം ഹിറ്റാകാൻ കാരണം ഭക്തി എന്ന ലെവലിൽ മാർക്കറ്റ് ചെയ്തതുകൊണ്ടാണ്. തന്റെ കരിയറിന്റെ വളർച്ചയ്ക്കു വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഉണ്ണി മുകുന്ദൻ മാളികപ്പുറം പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് എന്നാണ് മൂവി സ്ട്രീറ്റിൽ പങ്കുവച്ചൊരു കുറിപ്പിൽ പറയുന്നത്. മല്ലു സിംഗ് അല്ലാതെ മലയാളത്തിൽ മറ്റൊരു ഹിറ്റില്ലാതിരുന്ന അഭിനയത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ആംഗ്രി യങ് മാൻ ആറ്റിറ്റ്യൂഡ് മാത്രമുള്ള ഉണ്ണി മുകുന്ദൻ തന്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച എളുപ്പമാർഗമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതിന്റെ അണികളെയും സുഖിപ്പിക്കുക എന്നത്. പതിയെ പതിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മലയാള സിനിമയുടെ മുഖമായി ഉണ്ണി മുകുന്ദൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാളികപ്പുറം ഒരു ബിലോ ആവറേജ് സീരിയൽ ലെവൽ പടം ആയിരുന്നിട്ടുകൂടി ഹിറ്റാവാൻ കാരണം ഭക്തി എന്ന ലൈനിൽ മാർക്കറ്റ് ചെയ്തത് കൊണ്ടായിരുന്നു. അടുത്തത് ജയ് ഗണേഷ് ആണ്. ഒരു തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ച് പടം ഹിറ്റടിക്കുന്നതിലും കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിലും നല്ലത് കട്ടപ്പാരയും എടുത്ത് കക്കാൻ പോകുന്നതാണ് എന്നായിരുന്നു മഹേഷ് രാജൻ മൂവി ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പ്. സിനിമാ ഗ്രൂപ്പുകളിൽ നടിമാരെയും നടന്മാരെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും കമന്റുകളും വരാറുണ്ടെങ്കിലും അതിനെതിരെ ആരും പ്രതികരിക്കാറില്ല. പല അഭിനേതാക്കളും ഈ സിനിമാ ഗ്രൂപ്പുകളിലെ അംഗങ്ങളാണെങ്കിലും വ്യക്തിഹത്യകളും ആരോപണങ്ങളും താരങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് പതിവ്. വിവാദങ്ങൾക്ക് പിന്നാലെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാകും മറുപടികൾക്ക് ആരും മുതിരാതിരിക്കുന്നത്. അത്യന്തം ഗൗരവമേറിയ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചത് ഉണ്ണി മുകുന്ദനാണ്. പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടാണ് ഉണ്ണി മുകുന്ദന്റെ മറുപടി. നന്ദി മൂവി സ്ട്രീറ്റ്. മാളികപ്പുറം ഒരു അജണ്ട സിനിമയാണെന്ന് കരുതുന്നവർക്ക് ജയ് ഗണേഷ് ഒഴിവാക്കാം. മൂവി സ്ട്രീറ്റിൽ വന്ന പോസ്റ്റിൽ എന്നെ വർഗീയവാദി ആക്കുന്നത് പോലെ തന്നെ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടവരെയും അത്തരത്തിൽ ചിത്രീകരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു കൂട്ടം ആളുകളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദാഹം ശമിപ്പിക്കാതെ ഒരു സിനിമ ഞാൻ ചെയ്തു എന്നതുകൊണ്ട് ഇത്തരം പൊതു ഇടങ്ങളിൽ വിദ്വേഷം വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നത് ഞെട്ടലുണ്ടാക്കുന്നു. എന്തായാലും ഇത്തരം വിദ്വേഷം വമിക്കുന്ന പോസ്റ്റുകൾ പങ്കുവയ്ക്കാൻ സമ്മതം കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ ഇനി ഒരു സിനിമാ ഗ്രൂപ്പായി കാണാൻ സാധിക്കില്ല. ഏപ്രിൽ 11-നാണ് ജയ് ഗണേഷിന്റെ റിലീസ് തീയതി. ഇതൊരു ഫാമിലി എന്റർടൈനറാണ്. ഈ സിനിമ നിങ്ങൾ ആസ്വദിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുടുംബത്തോടൊപ്പം വന്ന് സിനിമ കാണണം എന്നാണ് ഉണ്ണി മുകുന്ദൻ കുറിച്ചത്. സിനിമാ വാർത്തകൾ ചർച്ച ചെയ്യാനായി ഉണ്ടാക്കിയ ഇത്തരം പേജുകൾ വ്യക്തിഹത്യ ചെയ്യാനുള്ള പേജുകളായി അധപതിക്കുന്നത് ശരിയല്ലെന്നും സിനിമയ്ക്ക് പിന്തുണ നൽകാൻ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം പേജുകളുടെ അഡ്മിൻ തന്നെ വ്യക്തിഹത്യ പോസ്റ്റുകൾ അപ്രൂവ് ചെയ്യുന്നത് ശരിയല്ല എന്നുമാണ് ചിലരുടെ കമന്റുകൾ. മൂവി സ്ട്രീറ്റിൽ വന്ന പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ഇത്തരം ഊളപ്പോസ്റ്റ് ഇടുന്നവർക്ക് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം. ഇതൊക്കെ അവന്മാർ ചോദിച്ചു വാങ്ങുന്നതാണ്. പിന്നെ ഇങ്ങനെയാണ് ഇതുപോലുള്ള ഗ്രൂപ്പ് പ്രമാണിമാർ തുടർന്നും പോസ്റ്റുകൾ അപ്രൂവ് ചെയ്യുന്നതെങ്കിൽ ജയ് ഗണേഷിന് മാളികപ്പുറത്തിന്റെ വിധി തന്നെയായിരിക്കും. ഏത് സംവിധായകൻ വ്യാസൻ KPയുടെ കമന്റ്. ഇത്തരം സ്വഭാവമുള്ള അലവലാദികൾക്ക് എന്തിനാണ് മറുപടി കൊടുക്കുന്നത്? ഇതുപോലെയുള്ള മൂന്നാംകിട ഗ്രൂപ്പിലെ വർഗീയവാദികൾ എഴുതുന്ന പോസ്റ്റ് എന്തിനാണ് പങ്കുവയ്ക്കുന്നത്? ഇത് എഴുതിയവർക്ക് വ്യക്തമായ വർഗീയ അജണ്ട ഉണ്ടെന്ന് അത് വായിച്ചാൽ തന്നെ അറിയാമല്ലോ. മാളികപ്പുറം എന്ന സിനിമ നല്ലതാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ. ഉണ്ണി മുകുന്ദനെ നായകനാക്കി രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജയ് ഗണേഷ്. ചിത്രം ഏപ്രിൽ 11-നാണ് തിയേറ്ററുകളിലെത്തുന്നത്. മഹിമ നമ്പ്യാർ, ഹരീഷ് പേരടി, ജോമോൾ, അശോകൻ, നന്ദു എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. വീൽചെയറിലിരിക്കുന്ന നായകന്റെ പോസ്റ്ററുകളാണ് പുറത്തുവരുന്നത്.